എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ 4 കളർ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ L3250 എന്ന പ്രിന്റർ എങ്ങനെ പ്രിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു സാമ്പിൾ വേർഡ് ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾ PDF ഫയലായാലും കുഴപ്പമില്ല, ഏകദേശം ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ആ ഡോക്യുമെൻറ്റ്, കണ്ടില്ലേ? ഇതൊരു കളർ ഡോക്യുമെൻ്റ് ആണ്, പല കളറും ഇതിലുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ജസ്റ്റ് Ctrl+P അല്ലെങ്കിൽ ഇവിടെ പ്രിൻറ്റ് ഫയലിൽ പോയിട്ട് പ്രിൻറ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും, കണ്ടില്ലേ? ഇവിടെ നോർമൽ കേസിലാണെങ്കിൽ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കോപ്പീസ് വേണമെന്നുണ്ട് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് നോർമൽ കേസിൽ വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഇത് കളർ ഡോക്യുമെൻ്റ് ആണ്, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാര്യങ്ങളൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ് കാര്യങ്ങൾ ചെയ്യാനാണ് ഇവിടെ താഴെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ താഴെ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുള്ളത് കാണാൻ സാധിക്കും. നോർമലുള്ള സെറ്റിങ്സിൽ നിങ്ങൾക്ക് എത്ര പേജസ്, കറൻറ്റ് പേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ കറൻറ്റ് പേജ്, അല്ലെങ്കിൽ കൂടുതൽ പേജസ് എന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ആൾ പേജസ് എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് ഇവിടെ മാറ്റി ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഒരു സിമ്പിൾ സെറ്റിങ്സാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ, ആദ്യത്തെ ചോദിക്കുന്നത് ഡോക്യുമെൻ്റ് സൈസാണ്. നമ്മൾ വെച്ച പേപ്പർ ഏത് സൈസ് പേപ്പറാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, A3 ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരിക്കലും അത് പ്രിൻറ്റ് ചെയ്ത് വരില്ല. കാരണം സോഫ്റ്റ്വെയർ കോമൺ ആയിട്ട് എല്ലാ പ്രിൻ്ററിനും കോമൺ ആയിട്ട് ആണ് മേക്ക് ചെയ്യുന്നത് കമ്പനി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ A3 കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓറിയൻറ്റേഷൻ, പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ, നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ ഇങ്ങനെ മാറുന്നത് കാണാൻ സാധിക്കും. പോർട്രേറ്റ് സെലക്ട് ചെയ്യുമ്പോഴുള്ള പ്രിവ്യൂ, ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുമ്പോൾ പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ മാറുന്നത് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഇഷ്ടംപോലെ മാറ്റി കൊടുക്കുക. പിന്നെ പേപ്പർ ടൈപ്പ്, നിങ്ങൾ പേപ്പർ ഏത് ടൈപ്പ് പേപ്പറാണ് ട്രയൽ വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. പ്ലെയിൻ പേപ്പർ ആണെങ്കിൽ പ്ലെയിൻ പേപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതേപോലെ നിങ്ങൾ ഫോട്ടോ പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എപ്സൺ പ്രീമിയം ഗ്ലോസി എന്നുള്ളത് സെലക്ട് ചെയ്തിരിക്കണം. ഒരിക്കലും പ്ലെയിൻ പേപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് പ്രിൻറ്റ് ചെയ്യരുത്, അപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ക്വാളിറ്റിയാണ്. 3 ക്വാളിറ്റിയാണ് കാര്യമായിട്ട് വരുന്നത്: ഡ്രാഫ്റ്റ്, സ്റ്റാൻഡേർഡ്, ഹൈ. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫാസ്റ്റ് പ്രിൻറ്റിങ് ആയിരിക്കും, നല്ല പ്രിൻറ്റിങ് ഇങ്ക് നല്ല മൈലേജ് കിട്ടും, പക്ഷേ ക്വാളിറ്റി കുറവായിരിക്കും. ഹൈ ആകുമ്പോൾ ക്വാളിറ്റി കൂടുതലായിരിക്കും, പക്ഷേ സ്ലോ പ്രിൻറ്റിങ് ആയിരിക്കും, പെട്ടെന്ന് ഇങ്ക് കഴിയാൻ സാധ്യതയുണ്ട്. അതേപോലെ സ്റ്റാൻഡേർഡ് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ വരുന്നതാണ്. നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കാറ്. പിന്നെ കളർ, നിങ്ങൾക്ക് ഇവിടെ കളറിൽ വേണോ അതോ ഗ്രേ സ്കെയിൽ വേണോ? ഗ്രേ സ്കെയിൽ മീൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻറ്റ് ചെയ്യണോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ അത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രിൻ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ ഇഷ്ടാനുസരണം സെറ്റിങ്സ് മാറ്റിയ രീതിയിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. കളർ ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെയാണ് അത് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.